ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റൊരു വിഷയത്തേക്ക് കടക്കുന്നു. ചോദ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഇസ്തിഗാസ തെളിയിക്കാൻ എന്റെ കയ്യിൽ കിതാബുണ്ട്, രേഖയുണ്ട്, അതിലേക്ക് തെളിയിക്കുന്നു. അതിന് മുന്നോടി ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് പ്രകാരം അമുസ്ലിം സഹോദരന്മാരും ശിർക്ക് ചെയ്യുന്നുണ്ട്, അവരിൽ നിന്റെ മറുപടിക്ക് ഇതും കൂടി മറുപടി പ്രതീക്ഷിക്കുന്നു. അമുസ്ലിം സഹോദരന്മാരും ശിർക്ക് ചെയ്യുന്നുണ്ട്, നാം ആരും അവരെ അറുത്തത് ഭക്ഷിക്കുന്നു കാണുന്നില്ല, അവരെ വിവാഹം കഴിക്കുമ്പോൾ നാം ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ സുന്നികൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും, സുന്നികൾ തെറ്റ് ചെയ്താൽ അവരും തെറ്റാണ്, സുന്നികൾ നിങ്ങളെ കൊണ്ട് കാഫിർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറയുന്നത് അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യുന്നു, അതല്ല ശരി. ചോദ്യത്തിലേക്ക് കിടക്കണം, എന്നെ ആവർത്തിക്കാത്തതുകൊണ്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇർതഹബ്തു അലൽ ഖത്താ എന്നുള്ള ആ വരി നിങ്ങൾ പറഞ്ഞു, അത് റസൂലുള്ളാഹിയുടെയുള്ള വഫാത്തിന്റെ ശേഷമുള്ള പിന്നെ ചോദ്യമായതുകൊണ്ട് ശിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം മുജാഹിദ് സുഹൃത്തുക്കളെ മാസികയിലടക്കം അത് പ്രാമാണിക ഗ്രന്ഥമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു നിങ്ങൾ പറയുന്നത് വലു അന്നഹും യളമു അൻഫുസഹും ജാവുക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തെറ്റ് ചെയ്തു പോയവർക്ക് മാത്രമേ ബാധകമാണെന്നാണ് സ്റ്റേജ് മുഴുവനും മുജാഹിദ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഞാൻ ആത്മാർത്ഥതയോടുകൂടി ഈ അവസരം കിട്ടിയതോടുകൂടി, ഈ നല്ലൊരു അവസരം അൽഹംദുലില്ലാഹ് കിട്ടിയതോടുകൂടി വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നു, എന്റെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു സുന്നി പണ്ഡിതർ സമസ്തയിൽപ്പെട്ട ആളല്ല, നാം മുജാഹിദും സുന്നി പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് യുർഷിദു തആല, അല്ലാഹ് നിർദ്ദേശിക്കുന്നു, അൽ ഉസ്വാത വൽ മുദ്നിബീൻ ഇദാ വഖഅ മിൻഹും അൽ ഖത്വ വൽ ഇസ്യാൻ യഅതു ഇല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കൃത്യരീതിയിൽ ഇബ്നു കസീർ വിശദീകരിക്കുന്നു. യുർഷിദു തആല, അല്ലാഹ് നിർദ്ദേശിക്കുന്നു, അൽ ഉസ്വാത വൽ മുദ്നിബീൻ. എന്താണ് താങ്കളുടെ ചോദ്യം? താങ്കൾക്ക് എന്താണ് അറിയേണ്ടത്? അവന്റെ ചോദ്യം ഹാഫിദ് ഇബ്നു കസീർ വളരെ രീതിയിൽ സമയം തരുന്നില്ല, അതുകൊണ്ട് ചോദ്യം ചുരുക്കുന്നു. ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ വഫാത്തായ നബിയോട് സഹായം ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് അവസരം തരികയാണെങ്കിൽ ബാക്കി വായിക്കാൻ ഞാൻ തയ്യാറാണ്. ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വഫാത്തായ നബിയോട് സഹായം ചോദിക്കണമെന്ന് ഇത് എഴുതിയത് തന്നെ റസൂലുള്ള വഫാത്തായതിന്റെ ശേഷമാണ്. ഇബ്നു കസീർ വഫാത്തായ നബിയോട് സഹായം ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. സുന്നികളെ പോലെ മുശ്രിക്കാണോ ഇബ്നു കസീർ? മനസ്സിലായി. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. പല സ്റ്റേജുകളിലും ചർച്ച ചെയ്തിട്ടുള്ള ആയത്താണത്. അതിലുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ജൂതനും ഒരു മുനാഫിക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, വഴക്കായി. അപ്പോ ഈ പ്രശ്നത്തിന് പരിഹാരം തേടി നമുക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് പോകാമെന്ന് ജൂതനും, അല്ല കാബുൽ അശ്റഫ് എന്ന ജൂത നേതാവിന്റെ അടുത്ത് പോകാമെന്ന് മുനാഫിക്കും പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായ സംഭവം. അങ്ങനെ ജൂത നേതാവിന്റെ അടുത്ത് വിധി തേടിപ്പോയി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ റസൂലിനോട് ചെയ്ത ഒരു തെറ്റായിരുന്നു. സ്വാഭാവികമായും ആ തെറ്റ് പൊറുക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ചെല്ലണം. കാരണം റസൂലുള്ളാഹിയോട് വ്യക്തിപരമായി ചെയ്ത തെറ്റ് റസൂലുള്ള വ്യക്തിപരമായി തന്നെ ക്ഷമിച്ചു കൊടുക്കണമല്ലോ. അതിനുവേണ്ടി അറിഞ്ഞ ആയത്താണ്. അവർ തെറ്റ് ചെയ്തപ്പോൾ വലൗ അന്നഹും യളമു, ഇദാ ലമു തെറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്നല്ല, തെറ്റ് ചെയ്തപ്പോൾ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക, അവർ നിന്റെ അടുക്കൽ വരികയും വസ്തഗ്ഫറ ലഹുർ റസൂലു, റസൂൽ അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും വേണം. ആരോട്? അള്ളാഹുവിനോട്. കാരണം റസൂൽ അവർക്ക് മാപ്പ് കൊടുത്താൽ മാത്രമേ അവർക്ക് വേണ്ടി അദ്ദേഹം റസൂൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുള്ളൂ. അങ്ങനെ ചെയ്താൽ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവർ അള്ളാഹുവിനെ പാപമോചനം സ്വീകരിക്കുന്ന കരുണാനിധിയുമായി കണ്ടെത്തുന്നതാണ്. ഇവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതും തെറ്റ് ചെയ്തവർ പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിനോടാണ്. ഒരിക്കലും തന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. അവിടെ റസൂലുള്ളാഹി ജീവിച്ചിരിക്കെ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ചെന്നിട്ട് റസൂലുള്ളാഹിയോട് ഒരു മര്യാദകേട് ഇയാൾ കാണിച്ചു. റസൂൽ ജീവിച്ചിരിക്കെ വിധി തേടി പോകേണ്ടത് റസൂലുള്ളാഹിന്റെ അടുത്തേക്കാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. മാത്രല്ല, ഇവിടെ എന്തിനാണ് റസൂൽ അവരോട് റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? ഫഖ്റുദ്ദീൻ റാസി പറഞ്ഞു, അലൈസ വിസ്തഗ്ഫിറുല്ലാഹ വതഅബു അലാ വജ്ഹിൻ സഹീഹിൻ ലകാനത് തൗബതുഹും തഖ്ബൂല ഫമൽ ഫായിദതു ഫീ ലമ്മി ഇസ്തിഗ്ഫാരി റസൂലില്ലാ ഇസ്തിഗ്ഫാരിഹിം. അവർ തന്നെ സ്വന്തം നിലക്ക് ഇസ്തിഗ്ഫാർ നടത്തുകയും പാപമോചനം തേടുകയും നല്ല നിലക്ക് പശ്ചാത്തപിക്കുകയും ചെയ്താൽ അവരെ തൗബ അള്ളാഹു സ്വീകരിക്കില്ലേ? പിന്നെന്തിനാണ് റസൂൽ കൂടി അവർക്ക് വേണ്ടി പാപമോചനം തേടണം എന്ന് പറഞ്ഞത്? എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണമെന്ന് പറഞ്ഞത്? റാസിയാണ് ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മറുപടി പറയുന്നത്. പല നിലക്കും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അന്ന ദാലിക തഹാക്കുമ ഇല താഗൂത്തി കാന മുഖാലിഫത്തൻ ലിഹുക്മില്ല, അള്ളാഹുവിന്റെ വിധിക്ക് എതിര് പ്രവർത്തിക്കലായി ആ താഗൂത്തിന്റെ അടുത്തുള്ള വിധി തേടിപ്പോക്ക്.
വകാന അയ്ദൻ ഇസാഅത്തു ഇല റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം. റസൂലുള്ളാഹി സ്വല്ലം ജീവിച്ചിരിക്കെ ഒരു മുഅ്മിൻ അദ്ദേഹത്തോട് വിധി തേടി പോകുന്നതിന് പകരം ജൂത നേതാവിന്റെ അടുത്ത് പോയാൽ അത് റസൂലിനെ വേദനിപ്പിക്കലും വിഷമിപ്പിക്കലുമാണ്. വഇദ്ഖാലൻ ലിൽ ഗമ്മി ഫീ ഖൽബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ വിഷമം ഉണ്ടാക്കലാണത്. വമൻ കാന ദംബുഹു കദാലിക് വജബ അലൈഹി അൽ-ഇഅ്തിദാറു അൻ ദാലിക ദംബി ലിഗൈരിഹി, ആരുടെ കുറ്റം ഇതുപ്രകാരമുള്ള കുറ്റമാണോ, ജീവിച്ചിരിക്കുന്ന ആളോട് അദ്ദേഹത്തോട് ജീവിതകാലത്ത് ചെയ്യുന്ന തെറ്റ് അദ്ദേഹത്തോട് തന്നെ മാപ്പ് ചോദിക്കണമല്ലോ. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയതാണ്, ഉദ്ർ ബോധിപ്പിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്? ഫലിഹാദൽ മഅന വജബ അലൈഹിം അൻ യത്ലബു മിനർ റസൂലി അൻ യസ്തഗ്ഫിർ ലഹും. ഈ ആശയം അനുസരിച്ചാണ് അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലണം എന്ന് പറഞ്ഞത്. ഇവിടെ സഹോദരൻ വായിച്ചു, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന. എന്താണ് അതിലുള്ള തെറ്റ്? നിങ്ങൾ പറഞ്ഞ ആശയത്തിലുണ്ടോ? യുർഷിദു തആല, അല്ലാഹു മാർഗനിർദ്ദേശം നൽകുന്നു, അൽ ഉസാത്ത, ആ കുറ്റവാളികളോട്, വൽ മുദ്നിബീന, ആ പാപികളോട്. എന്താ പറയുന്നത്? അവർ ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് തെറ്റ് സംഭവിച്ചപ്പോൾ, അതുപോലെ ധിക്കാരം സംഭവിച്ചപ്പോൾ, അൻയതു ഇല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലണം. ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വെച്ച് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. വയസ്അലുഹു, അവർ നബിയോട് ചോദിക്കണം, അൻ യസ്തഗ്ഫിറ ലഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടണമെന്ന്. അപ്പൊ നബിയെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാപമോചനത്തിന് അപേക്ഷിക്കണമെന്ന് റസൂലുള്ളാഹിന്റെ സദസ്സിൽ പോയി അവരോട് ആവശ്യപ്പെടണം. ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക താബല്ലാഹു അലൈഹിം, അങ്ങനെ അവർ ചെയ്താൽ അല്ലാഹുവിന്റെ മടക്കം സ്വീകരിക്കും. വറഹിമഹും, അവരോട് കരുണ കാണിക്കും. വഗഫറ ലഹും, അവർക്ക് പുറത്തു കൊടുക്കും. വലിഹാദാ ഖാല ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹുവിനെ പാപമോചനം സ്വീകരിക്കുന്ന കരുണാനിധിയുമായി അവർ കണ്ടെത്തുന്നതാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ആ കുറ്റവാളികളോട് മാത്രമുള്ളതാണ്. ലോകത്ത് കുറ്റം എന്തെങ്കിലും തെറ്റോ കുറ്റോ സംഭവിച്ചാൽ അവരൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോണെന്ന് അന്നും നിയമമില്ല, ഇന്നും നിയമമില്ല, എന്നും നിയമമില്ല. തൗബയുടെ ഷർത്ത് എണ്ണി പറഞ്ഞിട്ടില്ലേ, മദ്രസയിലൊക്കെ പഠിപ്പിക്കലുണ്ട്. എന്താ തൗബയുടെ ഷർത്ത്? ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിരമിക്കണം, ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് ഖേദം തോന്നണം, എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനത്തിന് അപേക്ഷിക്കണം. അത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ ആ മനുഷ്യനോട് മാപ്പ് പറയണം. ഇപ്പൊ ഞാൻ ഒരാളെ റോട്ടിലിട്ട് ഒരുപാട് ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ അടിച്ചു, വേദനിപ്പിച്ചു. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് തോന്നി, ഓ ചെയ്ത് നന്നായില്ല. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പടച്ചോനെ എനിക്ക് പുറത്തിറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം അയാളോട് പോയിട്ട് മാപ്പ് ചോദിക്കണം. ഞാനങ്ങ് ദുർബല നിമിഷത്തിൽ നിങ്ങളെ ചീത്ത വിളിച്ചതാണ്, അല്ലെങ്കിൽ എന്റെ വികാരം കൊണ്ട് ഞാനങ്ങനെ തല്ലിപ്പോയതാണ്, നിങ്ങൾ എനിക്ക് മാപ്പാക്കണം എന്ന് പറയണം. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷമിപ്പിച്ച ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ പത്ത് കൊടുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വ്യക്തിപരമായി മാപ്പ് കൊടുക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹിൽ പോകണം. അൽ ഉസാത്ത വൽ മുദ്നിബീന എന്ന് പറഞ്ഞാൽ ആ കുറ്റവാളികൾ, ആ ധിക്കാരികൾ, അവരോട് ചെല്ലാനാ പറഞ്ഞത്. എല്ലാ കുറ്റം ചെയ്യുമ്പോഴും റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണം എന്ന് ഇസ്ലാമിൽ നിയമമില്ല. അതിവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇന്ന് നടക്കുന്ന ഇർത്തഖബത്ത് ചെല്ലാൻ ആ ആയത്തിൽ യാതൊരു തെളിവുമില്ല. ഇർത്തഖബത്തുൽ ആശയം അതല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാനുള്ള തെളിവല്ല ഈ വചനം എന്ന് സക്കരിയ സ്വലാഹി ഇവിടെ പ്രാമാണികമായി അവതരിപ്പിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം. എന്റെ പേര് പറയാൻ പറഞ്ഞു. എന്റെ പേര് അബ്ദുൽ മജീദ്, പത്തപ്പരിയം പാണ്ഡ്യാട് എന്ന സ്ഥലത്താണ് ഞാൻ വരുന്നത്. ഞാൻ വളരെ ആത്മാർത്ഥയോട് ചോദിക്കുന്നു, നമ്മൾ സക്കരിയ സ്വലാഹി മൗലവി അർത്ഥം വളരെ മോശമാക്കി ജനങ്ങളുടെ അർത്ഥം തെറ്റിച്ചു. ഞാൻ അർത്ഥം പറയുന്നു. യുർഷിദു തആല, അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു. അൽ ഉസ്വാത വൽ മുദ്നിബീൻ പദം ജം ആണ്. ഇനി ഞാൻ സക്കരിയ സ്വലാഹി മൗലവി വെച്ച അർത്ഥം പോലെ വെക്കുകയാണെങ്കിൽ വൈരുദ്ധ്യം വന്നു. എങ്ങനെ വൈരുദ്ധ്യം വന്നു? അതിന്റെ തൊട്ടുപിറകെ ആഫിൽ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറെങ്കിൽ ഇൻദ ഖബറി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആഫിൽ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സക്കരിയ സ്വലാഹി അർത്ഥം വെച്ചതുപോലെയാണെങ്കിൽ ആഫിൽ ഇബ്നു കസീർ വൈരുദ്ധ്യമല്ലേ അവിടെ പറഞ്ഞത്? ഒരു ഭാഗത്ത് സക്കരിയ സ്വലാഹി മൗലവി അർത്ഥം വെച്ചതുപോലെയാണെങ്കിൽ ഒരിക്കലും ഇൻദ ഖബർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പറഞ്ഞ അർത്ഥം അവിടെ വരില്ല. അതുകൊണ്ട് ഈ ആൾ